ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ വീഡിയോ ഇടുന്നില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കുറേ ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. എൻ്റെ അനിയത്തിയുടെ മോളുടെ അപർണയുടെ കല്യാണമായിരുന്നു കേട്ടോ. അപർണയെ നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്കാണെങ്കിൽ അറിയാം. പലപ്പോഴും എൻ്റെ കൂടെ ഈ വീഡിയോയിൽ വരാറുള്ള ഒരാളാണ് അവർ താമസിക്കുന്നത് അടിമാലിയാണ്, മൂന്നാറിനടുത്ത് അടിമാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷെ എൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ എൻ്റെ കൂടെ ഈ വീഡിയോയുടെ ആവശ്യത്തിന് വേണ്ടി കൃഷി കാണാനും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എൻ്റെ കൂടെ കയറി വരുന്നവളാണ്. അപ്പോൾ അതിന് 3-4 ദിവസമായിട്ടായിരുന്നു ഞാൻ അവളുടെ അമ്മയുടെ ചേച്ചിയാണല്ലോ, വല്യമ്മയാണ്. അപ്പോൾ നമ്മളൊരു 2 ദിവസം മുന്നേ തന്നെ അവിടെ പോയി. പിന്നെ ഹൽദി, മെഹന്തി, കല്യാണം, പിന്നെ അവളുടെ റിസപ്ഷൻ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇന്നലെ ഏകദേശം ഇവിടെ എത്തി. അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ 3-4 ദിവസം ഞാൻ നമ്മുടെ തോട്ടവും കൃഷിയും ഒക്കെ ഇട്ടിട്ട് പോയപ്പോഴത്തേക്കിന് ഇതിനകത്ത് വന്ന മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാം പോസിറ്റീവ് ഒന്നുമല്ല. ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് ഉള്ള അവസ്ഥയെന്ന് പറഞ്ഞിട്ട് എല്ലാം നല്ല പച്ചപ്പോടെ നിൽക്കുകയും ഒന്നും ചെയ്യുന്ന ഒരവസ്ഥയല്ല ഇവിടെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ വെള്ളം ഒഴിക്കാനൊക്കെ ഒരാളെ ഏർപ്പാടാക്കിയിട്ട് തന്നെയാണ് പോയത്. നമ്മൾ ഈ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുകയും വെച്ച് പിടിപ്പിക്കുകയും അവരുടെ ഓരോ അവസ്ഥ കാണുകയും ഒക്കെ ചെയ്യുന്നവർ അതിൻ്റെ പുറകെ നിൽക്കുന്ന പോലല്ല ഒരു പുതിയ ആള് ചെയ്തു തുടങ്ങുമ്പോൾ. അത് നമ്മൾ ആളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ട് അതിനകത്ത് അറിയത്തില്ല. നമ്മൾ ഓരോ പിള്ളേരെ വളർത്തുന്ന പോലാണ് നമ്മുടെ ഈ ചെടികൾ നമ്മൾ വളർത്തിയെടുക്കുന്ന ഓരോ പോരായ്മകളും ഒക്കെ കണ്ട് പരിഹരിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാണ്, അങ്ങനെ ചെയ്താൽ എങ്ങനെയാണ് എന്നൊക്കെ നമുക്കേ അത് അറിയത്തുള്ളൂ. അതുകൊണ്ട് വരുന്നൊരു കുഴപ്പങ്ങളാണ്. പക്ഷെ ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം പറ്റിയ കുഴപ്പങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് അതിൻ്റെ പരിഹാരങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യുമല്ലോ. കുറേയൊക്കെ നഷ്ടപ്പെട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമുക്കതെല്ലാം വീണ്ടും ഉണ്ടാക്കണം, റീപ്ലേസ് ചെയ്യണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനത് പിന്നീട് ഓരോ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. ഇന്നിപ്പം പറ്റിയിരിക്കുന്നതിനകത്തെ കുറച്ച് നഷ്ടങ്ങൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, നമുക്ക് നട്ടുപിടിപ്പിക്കാനുള്ള തൈകളായിരുന്നേ. ഇതെല്ലാം ഉണങ്ങിപ്പോയി കണ്ടോ. ഇത് ചോളത്തിൻ്റെതൊക്കെ ആയിരുന്നു. ചോളത്തിൻ്റെ വിത്തിരിക്കുന്നുണ്ടോ, വെള്ളത്തിന് മേളിൽ കയറി ഇങ്ങനെ ഇരുന്ന് എല്ലാം ഉണങ്ങിപ്പോയി കണ്ടോ. ഇതൊക്കെ വൻ നഷ്ടങ്ങളാണ്. ഇതൊക്കെ നമുക്കിനി നട്ടുപിടിപ്പിക്കാനുള്ള തൈകളായിരുന്നു. അത് വെള്ളം ഒഴിച്ച് പോകുമ്പം ചിലപ്പോൾ ഇത്രയും കുഞ്ഞു തൈകളുള്ള അല്ലേ, ഇവർക്കിനി എന്തിനാ ചെയ്യുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. ഇത് കംബോഡിയൻ മുന്തിരി എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് പിന്നെ നമ്മളുടെ സാധാരണ മുന്തിരിയുടെ ഒരു തൈ പുതിയതായിട്ട് ഇതിനകത്ത് വെച്ച് പിടിപ്പിച്ചതാണ്. അവരിങ്ങനെ പടർന്നു കയറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് നോക്കിക്കേ, പാവയ്ക്ക മുഴുവനും പഴുത്തും ഉണങ്ങിയും ഒക്കെ ആയിട്ട് കണ്ടോ. അവിടെ എല്ലാം കിടക്കുന്നുണ്ട്. ഇത് ആ വേലിയിലോട്ട് നോക്കി പാവയ്ക്ക കിടക്കുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് വിളവെടുക്കാൻ പറ്റിയില്ല നമ്മളിവിടെ ഇല്ലാതിരുന്നത് കൊണ്ട്. അതുകൊണ്ട് സംഭവിച്ച കുഴപ്പമാണ്. ഇത് ഞാൻ അന്ന് പടവലത്തിൻ്റെ വിത്ത് ഇതുപോലെ ഗ്ലാസ്സിനകത്ത് ഇട്ട് വെച്ചിട്ട് പോയതാണ്. കിളിത്തിട്ടൊക്കെ ഉണ്ട്, പക്ഷെ വെള്ളത്തിൻ്റെ ഒന്നും വളർച്ചയൊന്നും പോരാ. അപ്പോൾ നമ്മൾ 2 ദിവസം വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും. അപ്പം നമുക്കതിനെ മാറ്റി നടണം. പിന്നെ ഇത് ഇവിടൊക്കെ തൈകളുണ്ട് കണ്ടോ. അതെല്ലാം ഒരുമാതിരി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ്. ഇതിനകത്തിരുന്നത് കൊണ്ടാണ് ആ വരൾച്ച കൂടുതൽ വരാതിരുന്നത് കണ്ടോ. ഇത് കണ്ടോ, നമ്മുടെ 2 പച്ചമുളകിൻ്റെ ചെടിയായിരുന്നു. ഇതേ പഴുത്ത് നിൽക്കുന്ന കണ്ടാൽ അറിയാം ഇതിലുണ്ടായിരുന്ന മുളകിൻ്റെ അളവ് കണ്ടോ. ഇഷ്ടംപോലെ മുളകുണ്ടായിരുന്നു. അതെല്ലാം നിന്ന് അതേ പടി ഉണങ്ങിപ്പോയി. അപ്പം ഇതിനെ നമുക്ക് പറിച്ചെടുക്കണം. പച്ചയായിട്ടുള്ളതിനെ ഒന്നും കൊള്ളത്തില്ല. ചുവന്നു പോയതിനെയൊക്കെ നമുക്ക് പറിച്ച് നേരിട്ട് വെയിലത്തിട്ട് ഉണങ്ങിയോ അല്ലെ വാട്ടി ഉണങ്ങിയോ ഒക്കെ എടുക്കണം. ഇത് കണ്ടോ, ഏകദേശം വറ്റൽമുളകിൻ്റെ ഷേപ്പിലേക്കൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് കണ്ടോ. നമ്മളന്ന് മാറ്റി നട്ട ചേന കണ്ടോ, അത് വലിയ കുഴപ്പമില്ല കേട്ടോ, ശരിയായി വരുമെന്ന് തോന്നുന്നു. പിന്നെ ഇതിനകത്ത് മുഴുവനും സ്ട്രോബെറി ആയിരുന്നു. ഈ ഭാഗത്തുണ്ടായിരുന്ന സ്ട്രോബെറി ഒക്കെ തന്നെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഇത് കണ്ടോ, പൂക്ക് ഇടുന്നതും ഉണ്ട് കേട്ടോ. അതിനപ്പം ഇത് കണ്ടോ, ഇവിടെ കായുണ്ട് കണ്ടോ. ഞാൻ പറിച്ച് കാണിക്കാം. കണ്ടോ, ഒത്തിരി വലിയ സ്ട്രോബെറി ഒന്നും എനിക്കിവിടെ ഉണ്ടായി കിട്ടാറില്ല. നമ്മളിപ്പോൾ മാർക്കറ്റിൽ നിന്ന് ലുലുമാളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സ്ട്രോബെറി ഉണ്ടല്ലോ, അത്രയും വലുതായിട്ട് വരാറില്ല. അതിന് ഇനത്തിൻ്റെ വ്യത്യാസമൊക്കെ ആയിരിക്കും. വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളത് വല്ലതും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. നമുക്കിവിടെ കിട്ടുന്നതും, ഞാനിപ്പോൾ ഇവിടെ പോയാൽ അടിമാലിയിലായിരുന്നതുകൊണ്ട് നമുക്ക് മൂന്നാറിൽ പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോഴൊക്കെ നമ്മൾ അവിടെ നിന്നൊക്കെ കാണുന്നതാണേ. കുഴപ്പമില്ല കേട്ടോ. ഈ സ്ട്രോബെറി നമ്മൾ കഴിക്കുമ്പോഴേ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ശരിക്കും തിന്ന് നോക്കിയിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് തരാൻ വേണ്ടിയുള്ള തൈകളൊക്കെ ഇവിടെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഗ്ലാസ്സുകൾക്കകത്തൊക്കെ ആയിട്ട്. ഇവിടെയൊക്കെ കണ്ടോ,
ഇതുപോലെ ഇതിനകത്ത് പല ഗ്ലാസ്സുകൾക്കകത്തായിട്ട് തൈ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് ഞാൻ അയച്ചു തരാം കേട്ടോ. പക്ഷേ ഈ നമ്മൾ സ്ട്രോബെറി നമ്മളോട് തൈ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് DTDCയിൽ കൂടെ മാത്രമേ ലൈവ് പ്ലാന്റ്സിനെ അയച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് പാക്കിങ്ങിനും. പിന്നെ അഴുകി പോകാതെയൊക്കെ നിങ്ങൾക്ക് കിട്ടണ്ടേ, നട്ടുപിടിപ്പിക്കാൻ പറ്റണ്ടല്ല. നമ്മൾ അയച്ചു തന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ലല്ലോ, കിട്ടുന്നവർക്ക് അതിൻ്റെ ഗുണവും കൂടെ കിട്ടണ്ടേ. മല്ലിയാണേ കണ്ടോ, കുറച്ചൊക്കെ വളർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് വെള്ളം ഇല്ലാതെ മറിഞ്ഞു കിടക്കുവാണ്, പക്ഷെ വളരുന്നുണ്ട്. ഇവർക്ക് പിന്നെ അധികം വെള്ളവും അങ്ങനെയൊന്നും വെയിലും ഒന്നും ഇല്ലെങ്കിലും അവർ വളർന്നോളും. കണ്ടോ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ടോ. ഇതിനകത്ത് മഷിത്തണ്ട്, കോലുമഷി എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ പെട്ടെന്ന് കിളുക്കും. അവർക്ക് വെള്ളം എപ്പോഴും വേണ്ട ചെടിയാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ കിളുത്ത് വരും. കണ്ടോ, ഇത് നമ്മുടെ പാലക്ക് ചീരയാണേ. പാലക്ക് ചീരയ്ക്ക് വെള്ളം കുറഞ്ഞാലും വെള്ളം കൂടിയാലും ചുവട്ടിലെ മണ്ണ് ഉറച്ചാലും ഇതുപോലെ കണ്ടോ ഇലകൾക്കൊരു ചുരുളിമ കണ്ടോ അങ്ങനെ വരാറുണ്ട്. അത് വേറെ കുഴപ്പമൊന്നുമല്ല, രോഗങ്ങളൊന്നുമല്ല. അതിനെ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഒരു പ്രാവശ്യത്തെ ഇല മുറിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്താൽ പിന്നെയും നല്ല ഇലകൾ വരും. അപ്പം നന്നായി വെള്ളം കൊടുക്കണം, അതുപോലെ ചുവട്ടിലെ മണ്ണിന് ഇളക്കം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലെ ഒരു 4-5 ചുവട് പാലക്ക് ചീര ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ വേണ്ടത് അപ്പോഴൊക്കെ പറിച്ച് തോരൻ വെക്കാനായിട്ട് പറ്റും. ഇത് കണ്ടോ, നമ്മുടെ ഒരു പീച്ചിലിൻ്റെ ചുവടായിരുന്നു, മുഴുവൻ ഉണങ്ങിപ്പോയി. എന്താ പീച്ചിലുണ്ടായിരുന്നു, അതെല്ലാം മുറ്റിപ്പോയി, നമുക്ക് പറിക്കാൻ പറ്റാതെയാണ്. ഞാൻ കുറേ ദിവസം ഇവിടെ ഇല്ലായിരുന്നെന്ന് പറഞ്ഞല്ലോ. നമ്മളിവിടുന്ന് കല്യാണം 4-5 അല്ലെ 3-4 ദിവസമാണെങ്കിൽ പോലും നമ്മൾ അതിന് മുന്നേ പോകും. അതിന് ശേഷം കല്യാണവും പരിപാടിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരും. അപ്പോഴൊക്കെ ഇതേപോലത്തെ നഷ്ടങ്ങൾ. നമ്മളിവിടെ വെള്ളം ഒഴിക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങ് സ്വസ്ഥമായിട്ട് നിൽക്കും. അതൊന്നും കുഴപ്പമില്ല, നമ്മൾ കൃഷി ഇങ്ങനെയല്ലേ, ഒന്നും ഇല്ലാത്തടത്ത് നിന്നല്ലേ നമ്മൾ ഇതേപോലെ എല്ലാം ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമുക്കിത് വീണ്ടും വളർത്തിയെടുക്കാൻ പറ്റും. പക്ഷേ ഇതേപോലെ ഇട്ടിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന നാശങ്ങളാണ് ഇതൊക്കെ. ഇത് മുഴുവനും ഇതിനി ഒന്നിനും കൊള്ളത്തില്ല. വേറെ വിത്തിട്ട് പാകി കിളിപ്പിക്കണം. നമ്മളിവിടെ പീച്ചിലിൻ്റെ വിത്ത് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ആ കൊടുക്കുന്ന വിത്തുകൾ പാകി ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് തന്നെ മുളച്ചു വരും. അപ്പം നമ്മൾ പറിച്ചിട്ട് മാറ്റി നട്ട് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സിനകത്തോ വല്ലതും അതേപടി നമുക്കിതിലേക്ക് നടാൻ പറ്റും. ഇത് ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് കോളിഫ്ലവർ വിളവെടുത്തതിന് ശേഷം നിർത്തിയിരിക്കുന്നതാണേ. ഇതിൻ്റെ ചോട്ടീന്ന് കണ്ടോ, ഇതുപോലെ തൈകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ കൊടും വേനൽക്കാലത്ത് ഇവർ എന്തുമാത്രം ആകും പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. തിരുവനന്തപുരത്തുള്ള പല ആൾക്കാരാണ് ഇപ്പം മൂന്നാറിലുള്ളവരോ അല്ലെങ്കിൽ അതുപോലെ വയനാട്ടിലുള്ളവരോ പറയുന്നത് കേട്ടോണ്ട് കോട്ടയംകാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ തിരുവനന്തപുരംകാർ പറയാറുണ്ട് അവർക്ക് എല്ലാ കാലത്തും 365 ദിവസവും കാബേജും കോളിഫ്ലവറും ഒക്കെ നട്ട് വളർത്താം, അവർ വളർത്തുന്നുണ്ട്, വളർത്തിയവരാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിശ്വസിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കുവാണ്. പക്ഷെ ഞാൻ ഈ കല്യാണത്തിന് പോയപ്പോൾ ഒരു തിരുവനന്തപുരംകാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതൊന്നും അവർക്ക് നടക്കാറില്ല. അവർ സ്ഥിരമായി നന്നായി കൃഷി ചെയ്യുന്നവരാണ്. അതേപോലെ എൻ്റെ പോലുള്ളൊരവസ്ഥയാണ് അവർ പറഞ്ഞത്. പയറ് നട്ടുപിടിപ്പിക്കുക, പയറിൻ്റെ കൃഷി അവർ നിർത്തി എന്നാണ് എന്നോട് പറഞ്ഞത്. കാരണം തത്തമ്മ ഒരൊറ്റ പയർ പോലും കൊടുക്കുമായിരുന്നു. അത് എനിക്കും ഇവിടെ തരാറില്ല. വളർന്നു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകും. എന്നാൽ പിഞ്ചാണെങ്കിൽ നമുക്ക് പറിക്കാനും പറ്റത്തില്ല, പറിച്ചാൽ അത് ഒന്നിനും തികയത്തുമില്ല. അതുകൊണ്ടാണ് ഈ പിഞ്ച് നമ്മൾ പറിക്കാത്തത്. പിഞ്ചൊരു ഇച്ചിരിക്കടെ വളർന്ന് പാകമായി കഴിഞ്ഞാൽ തത്തമ്മ കൊണ്ടുപോകും. നമ്മുടെ ബന്ദിയൊക്കെ നിൽക്കുന്ന നിപ്പ് കണ്ടോ, വാടി കണ്ടോ. അതിൻ്റെ മേളിൽ നിന്ന് താഴോട്ട് പയറുണ്ടായി തൂങ്ങിക്കിടക്കുന്നതും നിങ്ങൾക്ക് കാണാം. പക്ഷെ അതും എല്ലാം വാടിയിട്ട് തന്നെയാണ്, വെള്ളം പോരാഴികയുണ്ട്. മണിത്തക്കാളിയുടെ വിത്ത് ഇതേ ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലുള്ളതാണ് ഈ മണിത്തക്കാളിയുടെ വിത്ത് എന്ന് പറയുന്നത്. കണ്ടോ, ഇത് നമുക്കിങ്ങനെ തിന്നാൻ പറ്റുവേ, നേരത്തെ തിന്നാം. ഇതിൻ്റെ ഇലകളെല്ലാം പറിച്ച് ചീര തോരൻ വെക്കുന്നത് പോലെ തോരൻ വെക്കാം. ഇതുപോലെ പഴുത്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറിച്ച് തിന്നില്ലേ, അതേപോലെ തിന്നാം. ആരെങ്കിലും ചോദിച്ചാൽ തരാനുള്ളത്ര വിത്തുകൾ ഇവിടെ ഉണ്ട്. അതിൽ കോളിഫ്ലവറൊക്കെ കണ്ടോ, ഇനിയും 3-4 കോളിഫ്ലവറൊക്കെ വിളവെടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം മൂത്ത് പോയി കണ്ടോ. എന്നാലും പറിച്ചൊന്ന് നോക്കണം. നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കുകയല്ലേ, അങ്ങനെയൊന്ന് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കണം. മൂത്ത് പോയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇത് കണ്ടോ, നമ്മളിവിടെ കൊടുക്കുന്ന കറുത്ത ഉരുണ്ട വഴുതനയുടെ വിത്ത് പാകി മുളപ്പിച്ചുണ്ടാക്കിയ തൈയാണ്. നല്ല മുഴുത്ത വഴുതനങ്ങ തന്നെയാണ് ഉണ്ടാകുന്നത്. നമ്മളിവിടെ വെറുതെ ചാണകപ്പൊടിയൊക്കെ അല്ലേ ഇടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇതിലും വലുതായി കിട്ടുന്ന നല്ല ടേസ്റ്റുള്ള ഉണ്ടവഴുതനയാണിത് കേട്ടോ. പിന്നെ വെയിലൊന്നും ബാധിക്കാത്തവരാണ് ഇവർ. കണ്ടോ, ഇതെന്നതാ കൊത്തമരയാണ് കേട്ടോ. അതെല്ലാം നല്ലോണം പൂവിടുന്നും കായുണ്ടാകുന്നും ഒക്കെ ഉണ്ട്. ഞാൻ ഈ കൊത്തമരയുടെ ചെടിയുടെ വിത്താണ് ഇവിടെ എല്ലാം പാകി മുളപ്പിച്ചത്. നന്നായിട്ട് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. അതേ തക്കാളി നമ്മൾ നട്ടുപിടിപ്പിച്ചത് കായ്ച്ചൊക്കെ തുടങ്ങി. പക്ഷെ ഞാൻ ഇല്ലാതിരുന്ന സമയം കൊണ്ട് തന്നെ വെള്ളീച്ച, മീലിമൂട്ട പോലത്തെ സാധനങ്ങളൊക്കെ പറ്റി പിടിച്ചു തുടങ്ങുന്നുണ്ടോ.
ഇത് മീലിമൂട്ടയാണ്. അപ്പം നമുക്കതിന് ബിവേറിയ ഇന്ന് അടിച്ചാൽ മതി. അപ്പം നാളത്തേക്കിനൊക്കെ ആയിട്ട് മാറിക്കിട്ടും. ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഈ പാത്രത്തിനകത്ത് വെള്ളരിയും ഈ പാത്രത്തിനകത്ത് മത്തയും വരുന്നേ. മത്തതേ വഴിവിട്ട് വളർന്നു പോയി കണ്ടോ. അവൻ ഇങ്ങോട്ട് വരാൻ നോക്കി. ഇതേ കൂടെ ഞാൻ ഇവിടെ കയറൊക്കെ കെട്ടി വെച്ചിരുന്നതാണ്. അതിലേ കൂടെ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ അവർക്ക് നേരെ പോകാമായിരുന്നു. പോയില്ല. അപ്പം നമ്മളിത് ഇതേപോലെ ഒന്ന് കയറ്റി വിട്ടാൽ മതി. അതുപോലെ ഇത് ഇവിടെ ഒരു മത്തക്കുഞ്ഞും കൂടെ ഉണ്ട്. അവർ വള്ളി വീശിയിട്ടില്ല, ഇവർ വള്ളി വീശി പോയിട്ടുണ്ട് കണ്ടോ. അപ്പം അതിനി ഇതിലേ കൂടെ കയറിപ്പോട്ടെ. അതുപോലെ ഈ വെള്ളരിയെ നമുക്ക് മുകളിലോട്ട്, അല്ലാതെ ഇവർക്ക് ഇതിലേ കൂടെ പടരാനുള്ള സൗകര്യം ഇല്ല. അപ്പോൾ ദേ ഇതുപോലെ കണ്ടോ, ദേ വെള്ളരിയുടെ കണ്ടോ പെൺപൂവാണ് ഈ കാണുന്നത്. ചെറിയൊരു വെള്ളരി പുറകെ കണ്ടോ. ഇങ്ങനെയുള്ള പൂക്കളാണ് കായ്കളായി മാറുന്നത്. വെള്ളരി എല്ലാ വെള്ളരിയിലും സാലഡ് കുക്കുംബറിലും എല്ലാം ആദ്യം ഉണ്ടാകുന്നത് കുറേ ഇതേപോലെയുള്ള ആൺപൂക്കളാണ്. ഈ പൂവിൻ്റെ ചോട്ടിൽ കണ്ടോ കായില്ല. അതേസമയം ഇത് ഈ പൂ വിരിയാനുള്ളതാണ്, അതിൻ്റെ ചോട്ടിൽ കായ ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പൂക്കളാണ് കായ്കളായി മാറുന്നത്. അല്ലാതെ എൻ്റെ വെള്ളരി ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്, കായ്കളാകുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്ന കേട്ടില്ല. നമ്മൾ തുടക്കക്കാരാ, അവരങ്ങനെയൊക്കെ ചോദിക്കുന്നതിന് കുഴപ്പമില്ല, അവർക്ക് അറിയാൻ മേലാത്തോണ്ടല്ലേ. അതൊന്നും സാരമില്ല. ഇങ്ങനെ നമ്മളൊരു 2-3 തവണയൊക്കെ കൃഷി ചെയ്ത് കഴിയുമ്പം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കും. അതുപോലെ നമ്മുടെ കുരുമുളക് ചെടിക്കിട്ട് നല്ല പോലെ വെയിലും ചൂടും വെള്ളക്കുറവും ഒക്കെ ബാധിച്ചിട്ടുണ്ട് കേട്ടോ. ഓവലാണ് വളർച്ചയൊക്കെ, വെള്ളക്കുറവ് നല്ലതായിട്ട് അറിയാം നമുക്ക്. ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് ചവിട്ടി പൊതയൊക്കെ ഇട്ട് കൊടുത്ത് ഇവരെ ശരിയാക്കി എടുക്കണം. ഈ സൈസ് കോവലാണ്, നല്ല വലിയ കോവയ്ക്ക ഉണ്ടാകുന്നതാണ്. ഇത് ഇങ്ങോട്ടൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ടോ. ഇതൊക്കെയാണെങ്കിൽ ഒരു 10 കോവയ്ക്ക ഉണ്ടെങ്കിൽ നമുക്കൊരു സുഖമായിട്ടൊരു മെഴുക്ക് പുരട്ടിയോ തോരനോ ഒക്കെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. പിന്നെ പുതിയ പുതിയ നാമ്പുകളിലാണ് കോവൽ ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ കോവലിൻ്റെ അറ്റം ഇങ്ങനെ മുറിച്ച് വിട്ട് പുതിയ പുതിയ നാമ്പുകളെ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിച്ചാൽ കൂടുതൽ കോവയ്ക്കകൾ നമുക്ക് കിട്ടും. ഇതിപ്പം ഞാനിന്ന് വിളവെടുക്കലല്ല ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. ഇതിപ്പോൾ കണ്ടപ്പം ഞാനങ്ങ് പറിച്ചെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും ഞാൻ പറിച്ചെടുക്കുന്നില്ല. ഇതിങ്ങനെ കണ്ടത് കൊണ്ട് മാത്രം ഇതൊക്കെ പഴുത്തു പോകാൻ തുടങ്ങി കണ്ടോ. അപ്പം അതിന് ചോട്ടി കിടക്കട്ടെ. പിന്നെ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, കോവലിൻ്റെ വിത്ത് മുളപ്പിച്ച കോവയ്ക്ക ആക്കട്ടെ, കോവയ്ക്കയുടെ തൈ ഉണ്ടാക്കട്ടെ എന്നൊക്കെ. ഇതിൽ നിന്ന് കോവയ്ക്കയുടെ തൈയൊക്കെ ഉണ്ടായി വരും, പക്ഷെ കായ്ക്കണയിൽ ഒത്തിരി താമസം പിടിക്കും. കോവലിൻ്റെ തണ്ടുകൾ മുറിച്ച് നട്ടാലാണ് പെട്ടെന്ന് കോവയ്ക്ക ഉണ്ടാകുന്നത് കേട്ടോ. ഇത് കണ്ട് ഈ മുളക് ഉണങ്ങിപ്പോയി. ഇത് നമ്മുടെ ചെറിത്തക്കാളിയാണ്. പക്ഷെ ഇതേപോലത്തെ നീണ്ട ചെറിത്തക്കാളിയുടെ വിത്തുകൾ എനിക്കില്ല, കൊടുക്കാനില്ല കേട്ടോ. ഉരുണ്ടതിൻ്റെ ഉള്ളതേ. സൂപ്പറാ. ഇതൊരു കൊല, ഇങ്ങനെ കൊലകളായിട്ട് തന്നെയാണ് ഇതിനുണ്ടാകുന്നത്. പക്ഷെ നമ്മുടെ അല്ലാത്ത തക്കാളിക്ക് അങ്ങനെ ഉണ്ടാകാറില്ല. എന്തിരുതേ എൻ്റെ കൂടെ വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ അവന് കൊടുക്കും. ഇതിങ്ങനെ കിടന്നാലേ കിളി കൊണ്ടുപോകും. ഇതൊരു ചൂട് തണ്ണിമത്തൻ ഞാൻ പിടിപ്പിച്ചതായിരുന്നേ. നമ്മൾ പോയ സമയത്തിന് അത് വളർന്ന് വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവർക്കൊരു കുഞ്ഞു പന്തലിട്ട് കൊടുത്ത് അവരെ വളർത്തിയെടുക്കണം. അപ്പം ഞാൻ പന്തലിടുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. പന്തലിടുന്ന കാണാൻ താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടോ, അല്ലെങ്കിൽ ഒരു കമൻ്റ് ഇടുന്ന കൂട്ടത്തിൽ ഇട്ടാൽ മതി, ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം. ഇത് നമ്മുടെ വയലറ്റ് എതിരപ്പയറാണ്. നിറയെ പൂക്കളുണ്ട് കണ്ടോ. മുകളിലോട്ട് നോക്കിയാൽ അറിയാം, നിറയെ പൂക്കളുണ്ട്. ഇത് തിരുവനന്തപുരംകാരെ വിശ്വസിച്ച് ഞാൻ ചൈനീസ് കാബേജ് നട്ടിരിക്കുന്നതാണ്. ഒരൊറ്റ ഇല പോലും അതിന് മുകളിലോട്ടില്ല കണ്ടോ. ഇതിനകത്ത് 6 എണ്ണം ഉണ്ട്. അപ്പം ഇവർക്ക് ഇല വരുത്തുന്ന പണി നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെങ്കിൽ, അറിയണമെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇട്ടോ. ഇതുപോലെ നിൽക്കുന്നവരെ കണ്ടോ, ഇങ്ങനെയുള്ളവരെ നിറച്ച ഇലയുള്ളവരാക്കി നമുക്ക് മാറ്റിയെടുക്കാം. തക്കാളിയാണ് ഈ പാത്രത്തിനകത്ത് നിൽക്കുന്നത്, അതെല്ലാം പോയി. പിന്നെ ഇത് കണ്ടോ, പാൽച്ചീര എല്ലാം നഷ്ടപ്പെട്ടിരിക്കുവാണ്. ഇതെല്ലാം പറിച്ച് കളഞ്ഞ് തടം ശരിയാക്കി ഇതിനകത്ത് മുളകോ അല്ലെങ്കിൽ തക്കാളിയോ വേണം ഇതിനകത്ത് നട്ടുപിടിപ്പിക്കാൻ. ഇത് നമ്മുടെ ചുരയ്ക്ക് അന്ന് ഞാൻ ഗ്ലാസ്സിനകത്ത് പാകി കിളിപ്പിച്ച് മാറ്റി നടുന്നത് നിങ്ങളെ കാണിച്ചതാണ്. പക്ഷെ ഇവൻ ആളില്ലാഞ്ഞ കാരണം ഇതിലെയൊക്കെ വളർന്നു പോയി കണ്ടോ. അപ്പോൾ ഇവനെ നമുക്കിതിലേ ഒന്ന് ചുറ്റിക്കെട്ടി ഈ കയറേക്കൂടെ കൊടുത്താൽ മതി, പിന്നെ അവരങ്ങ് വളർന്നോളൂ. ഇതിന് ചെറിയൊരു വല മേടിച്ച് കെട്ടുമായിരുന്നേ, അതായിരുന്നു ഇവർക്ക് നല്ലത്. അപ്പം അതേ ഇതിലേ കൂടെ ഞാൻ കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചൂട്ടിലെ മണ്ണൊക്കെ അതേ കണ്ടോ പോയിട്ടുണ്ട് കണ്ടോ. അപ്പം ഇതിനെ ശലം മണ്ണ് ഇതിനകത്തുള്ളത് തന്നെ ഒന്ന് കൂട്ടി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും മണ്ണും ഒക്കെ കൂടെ ഇട്ട് കൊടുത്ത് വേണം ഇവരെ ശരിയാക്കാം. ഇനിയിപ്പോൾ കുഴപ്പമില്ലാതെ നിൽക്കുമായിരിക്കും. പിന്നെ വെള്ളവും ചെയ്തിട്ടില്ല. പിന്നെ പഴച്ചെടികൾ ആണ് നമ്മുടെ അപ്പുറത്തോട്ട് നിൽക്കുന്നതെല്ലാം പഴച്ചെടികളാണേ.
അവർക്കും ചെറിയ ചെറിയ തട്ടുകേടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെയുണ്ട്. ഇത് ആ കോളത്തിനകത്തേ കണ്ടോ, ഞാൻ അങ്ങോട്ട് വന്നിട്ട് കാണിക്കാം ബാബു. ഇത് കണ്ടോ, നമ്മൾ ചീര നട്ടിരുന്ന ഒരു ഇതാണേ. ഇതിനകത്ത് കണ്ടോ, ഇത് പാൽച്ചീരയായിരുന്നു. പാൽച്ചീര 1, 2, 3 ഉണ്ട്. ഇത് പിന്നെ സാധാരണയുള്ള ഒരു ചീരയാണ്, പച്ചച്ചീര എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരെ എന്നാ ചെയ്യുന്നറിയാം, ഇതിനെല്ലാം ഞാൻ ചെയ്യാൻ പോകുന്നു. ഇതിനെ മുറിച്ച് മൊത്തം ഇതിനകത്തിടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കരിയിലെ മണ്ണിട്ടിട്ട് അടുത്ത സെറ്റ് സാധനം ഇടും. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ വിത്തൊക്കെ കിടന്നിട്ട് പുതിയ പാൽച്ചീര കുഞ്ഞുങ്ങളൊക്കെ കിളുത്തൊക്കെ വരുമായിരിക്കും, സാരമില്ല. അതുപോലെ ഈ ഒരു ബോക്സും ഇതുപോലെ തന്നെ കാലിയായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് ഇത് 2 കപ്പളത്തിൻ്റെ തൈ കണ്ടോ, കപ്പളം അല്ലെ ഓമയ്ക്ക പപ്പായ എന്നൊക്കെ പറയുന്ന സാധനമാണ്. അത് കിളുത്ത് വന്നിട്ടുണ്ട്. അവരെ നമുക്ക് പറിച്ച് മാറ്റി നടണം. ഇത് അങ്ങോട്ട് നോക്കി, ആ മുളക് എല്ലാം തന്നെ നഷ്ടപ്പെട്ട പോലെ. അതിനകത്ത് ഓറഞ്ച് മുളക് ഉണ്ടായിരുന്നു, സാധാരണ മുളക് ഉണ്ടായിരുന്നു, അതെല്ലാം ഉണങ്ങി തന്നെ പോയി. ഇനിയിപ്പം പച്ചമുളക് പറിക്കണമെങ്കിൽ കുറച്ച് 1, 2 ചൂട് വലിയ തട്ടുകേട് പറ്റാത്തതുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് പച്ചമുളക് ഒന്നേന്ന് നട്ടുപിടിപ്പിച്ചാലേ ഇനിയുള്ളൂ. ഇത് ഒരു കെയിൽ ചീരയാണേ. കെയിൽ ചീരയുടെ ഇലകൾ നമുക്ക് നന്നായിട്ട് കേടുപാടില്ലാതെ പുഴു പിടിക്കാതെ കിട്ടണമെങ്കിൽ ഇതുപോലെ ചില സാധനങ്ങളൊക്കെ ഇതിന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്ത് വളർന്നു. നല്ല ഭംഗിക്കാൻ നിൽക്കുന്നുണ്ട്, നല്ല സ്പ്രിങ് പോലെ കണ്ടോ. നല്ല വെയിലും കിട്ടണം, നല്ല വെയിലും കിട്ടിയാലേ നന്നായിട്ട് വളരത്തുള്ളൂ. വെണ്ടയെല്ലാം മൂത്തുപോയി, അപ്പോൾ അതെല്ലാം പറിച്ച് കളയണം. പിന്നെ എനിക്ക് അവിടെയുള്ള ആനക്കൊമ്പൻ വെണ്ടയെന്ന് പറഞ്ഞാൽ വയസ്സന്മാരായി, ഇനി അതിനെല്ലാം കളഞ്ഞിച്ച് പുതിയത് നമുക്ക് നട്ടുപിടിപ്പിക്കണം. ഇപ്പം ഇത്രയും ചൂടാണ് ശരിക്കും പറഞ്ഞാൽ വെണ്ടയ്ക്ക ഉള്ളത്. ഈ വെണ്ട ഇവിടെ ഇട്ടൊക്കെ നോക്കി, ഇത് കണ്ടോ മൂത്ത് പോയി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണ്ടോ, ഇതെന്നാന്നറിയോ, ഒച്ച് കയറിയിരുന്ന് കരളുന്നതാ കണ്ടോ. ഒച്ചിൻ്റെ ശല്യം മാറ്റിയാലേ ഇത്തരത്തിലുള്ള സാധനങ്ങൾ വെണ്ടയ്ക്ക പോലും ഇപ്പം നമുക്ക് വിളവെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സാഹചര്യത്തിലാണ്. ഇതിനകത്ത് കുറച്ച് ഈ പെട്ടിക്കകത്ത് നമുക്ക് കുറച്ച് വെണ്ടത്തൈ നട്ടുപിടിപ്പിക്കണം. അപ്പം ഞാൻ നട്ടുപിടിപ്പിക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാവേ. ഇതിനകത്ത് നിന്ന സാധനങ്ങളെല്ലാം പോയതാണ്. ഇപ്പം ഒരു കൃഷി കഴിഞ്ഞാൽ ശരിക്കും മണ്ണ് നന്നായി ഉണങ്ങിയതിന് ശേഷം അടുത്തത് ചെയ്തു തുടങ്ങുന്നതാണ് നമുക്ക് നല്ല വിളവ് കിട്ടാനായിട്ട് നല്ലത്. നമ്മുടെ പയർ കണ്ടോ, പയറെല്ലാം ഇതേ കിടന്ന് ഉണങ്ങിപ്പോയി. ഇനി ഇത് ശരിയാകുമോ എന്നറിയത്തില്ല, അല്ലെങ്കിൽ പറിച്ചു മാറ്റിയിട്ട് പുതിയ കൃഷി തുടങ്ങണം നമുക്ക്. ഇത് നമ്മുടെ വേറൊരു പാത്രത്തിനകത്ത് നിൽക്കുന്ന കേൽച്ചീരയാണേ. അതിനും വലിയ കുഴപ്പമില്ല, കാരണം ഞാൻ കൃത്യമായിട്ട് ഓരോ സാധനങ്ങൾ ഇതിന് കൊടുക്കും. അതുകൊണ്ടാണ് ഇവർ നല്ല ഭംഗിയായിട്ട്, ഈ ഇല കാണുന്നതിനേക്കാൾ ഭംഗിയാണ് ഈ ഇല കണ്ടോ, കുഞ്ഞു കുഞ്ഞായിട്ട് വരുമ്പോഴാണ് നല്ലത്. ഇത് നിങ്ങളൊക്കെ തോരനാണോ വെക്കുന്നത്, അതോ നമ്മൾ സാലഡ് ഉണ്ടാക്കാനാണോ ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കേൽച്ചീര ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവരിൽ കേൽച്ചീര ഉപയോഗിക്കുന്നവർ എനിക്കൊരു മെസ്സേജ് ഇട്ടേക്കണേ. ഇത് നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എന്നിട്ട് ഞാൻ അത് എൻ്റെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഞാൻ ചെയ്തു നോക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. പക്ഷെ അങ്ങനെ ചെയ്താൽ ഒരു വലിയ ഉപകാരമായിരിക്കുമേ. ഈ കെയിൽ ചീരയിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പുഴു പിടിക്കാതെ നോക്കുക എന്നുള്ളതാണ്. ബാക്കി അവർ തന്നെ വളർന്നോളൂ. ഇതും അതുപോലെ വിളഞ്ഞു പോയ ഒരു കോളിഫ്ലവർ ആണ്. എന്നോട് പലരും പറയാറുണ്ട്, ചേച്ചി കോളിഫ്ലവറിന് ഇതുപോലെ വയലറ്റ് നിറം വന്നു തുടങ്ങി, എന്നാ ചെയ്യണം? ഇത് കണ്ടോ, കണ്ടമാനം മൂത്ത് പോകുമ്പോഴാണ് ഈ വയലറ്റ് നിറം വരുന്നത്. ഇതാണ് പിന്നെ വളർന്നു പൊങ്ങിയിട്ട് കായ്കളായിട്ട് മാറുന്നത്. നമ്മുടെ ചൈനീസ് ഓറഞ്ച് ആണേ, കണ്ടോ നിറച്ചും കായ്ച്ചു നിൽക്കുവാണ് കണ്ടോ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഇത് കാണിച്ചു തരാനല്ല, ശരിക്കും പറഞ്ഞാൽ 5-6 മൊസാമ്പിയുടെ ഇത് പറിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് താഴെ ചെല്ലുമ്പം പിഴിഞ്ഞു കുടിക്കാം. സൂപ്പർ സാധനം. ഞാൻ നിങ്ങളെ മുറിച്ചിട്ട് കാണിച്ചതല്ലേ, നല്ല മധുരം. ഒരു പഞ്ചസാരയും നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണ്ട, വെറുതെ ഇത് പിഴിഞ്ഞിട്ട് നമുക്ക് കുടിക്കാം. അല്ലെങ്കിൽ ഇത് ശകലം പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ തൊലി പൊളിച്ച് വെറുതെ മിക്സിക്കകത്തോട്ട് ഇട്ടിട്ട് അടിച്ചു കുടിച്ചോണം. ഇത് തീർന്നാലേ ഉള്ളൂ ഇനി നമുക്ക് കൂടുതൽ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് താഴോട്ട് പൊഴിഞ്ഞു വീണയുടെ പണിങ്ങി എടുത്തേടാ. ഇതിൻ്റെ അടുത്ത് ഞാൻ ഇത്ര എണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് സൗകര്യമുള്ളപ്പം വന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള വിഷമൊന്നും അടിക്കാത്ത മുസാമ്പിയൊക്കെ വാങ്ങി ജ്യൂസ് കുടിക്കണമെങ്കിലേ നമ്മളിതുപോലെ നട്ടുപിടിപ്പിക്കണം. ഇപ്പം ഇതിനകത്ത് അത്യാവശ്യം പഴങ്ങൾ ഇതേണ്ട് അമ്പഴങ്ങ പഴുത്ത് കിടക്കുന്നുണ്ടോ, നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയണം, പറിച്ച് തിന്നാം. പച്ച നമുക്ക് കറി വെക്കാൻ പാകത്തിലുള്ള അമ്പഴങ്ങയും അതിലുണ്ട്, പഴുത്ത അമ്പഴങ്ങയും അതിലുണ്ട്. അതുപോലെ ചാമ്പയ്ക്കൊക്കെ ഉണ്ടാകുന്ന ഇത് കണ്ടോ, പേരയ്ക്കൊക്കെ ഉണ്ടാകുന്ന സീസണാണിത് കേട്ടോ. ചാമ്പയ്ക്കുണ്ട് അതിൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാണ്. നമ്മളൊരാളെ സൂക്ഷിക്കാൻ നമ്മളുടെ തോട്ടത്തിൽ ഇല്ലെങ്കിൽ നമ്മളുടെ തോട്ടത്തിന് പറ്റുന്ന അപാകതകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അതുപോലെ മരമുന്തിരിയുടെ ഒരു കമ്പും ഒക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഞാനിതിൻ്റെ വളരെ വളരെ കുറഞ്ഞ ഒരു അംശമാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പം ഞാനിന്ന് ആകെപ്പാടെ പറിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ കുറച്ച് കോവയ്ക്ക് കുറച്ച് മൊസാമ്പി മാത്രമാണ്. അപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മൾ നല്ലോണം നമ്മുടെ കൃഷിയെ ശ്രദ്ധിക്കണം. പറ്റുമെങ്കിൽ 2 നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് നല്ല വിളവ് കിട്ടും. അപ്പോൾ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.